ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വീടിൻ്റെ അടുത്തുള്ള ഒരു പാർക്കൊക്കെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു പാർക്കുമാണ്, ഫാം ഹൗസാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വലിയവർക്ക് അവിടെ പ്രത്യേകിച്ച് ഗെയിമും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും അവിടെ ചെറുതായിട്ടൊന്ന് ഹാങ് ഔട്ട് ചെയ്തിട്ട് പിക്നിക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇരിക്കാം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കുട്ടികളൊക്കെ കളിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ ഉള്ളിലത്തെ കുട്ടിയൊന്ന് ഇറങ്ങിയതുകൊണ്ട് ഞങ്ങൾ ഓരോ ഗെയിമിലും കയറി കളിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇത് കുട്ടികൾക്കുള്ളതാണ്, വലിയവർക്കുള്ളതൊന്നും അല്ല. ഞാനും നീയും പിന്നെ അതൊന്നും നോക്കിയില്ല. പിന്നെ അവിടുന്ന് കുറേ നടന്ന് പോയിട്ട് നോക്കി നോക്കുമ്പോൾ അവിടെ അഡ്വഞ്ചേഴ്സ് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടാ തോന്നുന്നു. ഈ കുട്ടികൾക്കുള്ള ഗെയിമൊന്നും പറ്റാതെ അവൻ വലിയൊരു ഗെയിംസൊക്കെ കയറി കളിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അതിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ മൊത്തത്തിലുള്ള ഒരു ഫുൾ വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അവിടെ നോക്കി നോക്കുമ്പോൾ ഈ ചങ്ങായി ഇവിടെ ഇരിക്കുന്നുണ്ട്. അവനക്കൊരു പേടിയില്ല, എത്ര പൊക്കത്ത് വേണമെങ്കിലും അവൻ പോയിരുന്ന് നോക്കും. ഇതിൻ്റെ മോൾക്ക് തുള്ളിച്ചാടിയിട്ട് ഓടി കയറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും തിരിച്ചറിയാൻ നേരത്തെ എനിക്ക് ആ ഉത്സാഹം ഉണ്ടായിരുന്നില്ല. സംഭവം ഒരു കുത്തനുള്ള ആർക്കായതുകൊണ്ട് ചെറിയ പേടി എവിടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ റിങ്സ് എറിഞ്ഞിട്ട് ഓരോ പ്രൊഡക്ട്സ് കിട്ടുന്ന പരിപാടി ഉണ്ടായിരുന്നു. ആദ്യം നമ്മുടെ അക്ക നിന്നിട്ടുണ്ടായിരുന്നത്, അവനാണെങ്കിൽ കറക്റ്റ് ഉന്നാൻ തെറ്റാതെ എല്ലാ റിങ്സിൻ്റെ നേരെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എറിഞ്ഞിൽ നമുക്കൊരു അച്ചാറും പാക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവൻ ഈ ആസ്വദിച്ച് കേൾക്കുന്നത് വേറെ ഒന്നല്ല, പാട്ട് കേട്ടിട്ട് അവൻ തന്നെ മറന്നിട്ടാണ്ടിരിക്കുകയാണ്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കും പാട്ട് പാടാം, പക്ഷെ ഞാൻ പാടാൻ കയറിയില്ല. ഇനിയിപ്പോൾ നമ്മൾ പാടാൻ കയറിയിട്ട് ഇനിയിപ്പോൾ ഫാൻസായി ഓട്ടോഗ്രാഫായി വെറുതെ പബ്ലിസിറ്റി നമുക്ക് പണ്ടേ ഇഷ്ടമില്ലാത്തതാണ്, അല്ലാതെ പാട്ടുകാരെ അറിയാത്തതുകൊണ്ടൊന്നല്ല. ഇനിയിപ്പോൾ ഈ ചങ്ങായിപ്പോൾ ഇവിടെ കരയുന്നത് എനിക്ക് വീട്ടിൽ പോകാനുള്ള യാതൊരു ഉദ്ദേശമില്ല, അവനക്ക് ഈ പാർക്കിൽ തന്നെ നിൽക്കണം എന്നാണ്. പിന്നെ ലാസ്റ്റ് ഒരു കേക്ക് മേടിച്ചാൽ മിഠായി മേടിച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെക്കനെ വീട്ടിൽ കൊണ്ടുവന്നത്. അപ്പം അത്രേ ഉള്ളൂ.